എന്നാടി നീ പറഞ്ഞ സാധനം? ഇതാണ് എന്റെ ഇക്ക. എന്ത് പറഞ്ഞാലും കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ. ലവ് യു സോ മച്ച്. ആ മതി പതപ്പിച്ചത്. പതഞ്ഞ് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാ നിനക്ക് ഇത്രയും ഏത്തപ്പഴം? ന്യൂ ഇയർ ആയിട്ട് പുതിയ ശീലങ്ങൾ തുടങ്ങിയതാണെങ്കിൽ വളരെ നല്ലതാ. കുഞ്ഞായിരുന്നപ്പോ കഴിച്ചതാ നീ ഏത്തപ്പഴം. ഇനിയിപ്പോ പുതുതായിട്ട് പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ സപ്പോർട്ടാട്ടോ. നിനക്ക് എത്ര ഏത്തപ്പഴം വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. അയ്യോ, എന്നെ പഴം തീറ്റിക്കാൻ എന്തൊരു ആത്മാർത്ഥത. അങ്ങനെ ഇപ്പൊ ഏട്ടൻ ചുളിവിൽ എന്നെ കൊണ്ട് പഴം തീറ്റിക്കാന്ന് വിചാരിക്കണ്ട. പിന്നെ എന്തിനാണ് ഈ കിലോ കണക്കിന് പഴം വാങ്ങി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നേ? ഇതൊക്കെ എന്റെ ലക്ഷ്മിക്ക് കൊടുക്കാനാ. ഇന്ന് വൈകുന്നേരം അവന്റെ വീട്ടിലേക്ക് പോകുന്നേ. ഏട്ടൻ മറന്നുപോയോ? ഓ, അതിനായിരുന്നു. ആ, അതിന് തന്നെയാ. അവന് പഴം വെച്ചാ ജീവനാ. ചില സമയങ്ങളിൽ ഹാപ്പി കിട്ടിന്റെ സ്വഭാവ. എത്ര പഴം കഴിച്ചാലും അവന് മതിയാവില്ല. ഓ, എന്നാ പിന്നെ നീ ഒരു വാഴത്തോട്ടം വെച്ചു കൊടുക്ക്. അതാവുമ്പോ തീറ്റയുടെ കൂടെ വരുമാനം ആവുമല്ലോ. ഓ, വേണമെന്നില്ല. അവന് വരുമാനത്തിനുള്ള വകുപ്പൊക്കെ അവനായിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അവനെ നല്ലൊരു പീഡിയാട്രീഷ്യനാ. നല്ല കയ്പുണ്ണുള്ളൊരു ഡോക്ടർ. വേണ്ടെങ്കിൽ വേണ്ട. അത് ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും വഴക്കുണ്ടാക്കാനും അറിയാലേ? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. അലി, വാ നമുക്ക് പോവാം. എവിടേക്ക്? ഞാനും നിന്റെ കൂടെ. ഞാനും കുഞ്ഞാറ്റിയും പിന്നെ കൊച്ചാപ്പിയും കൂടെ എവിടേക്കാ പോകുന്നേ? യെസ്, നീ വേണേ പോലെ, ഇല്ലെങ്കിൽ നീ വരും വേണ്ട. അത് ശരി, ഇപ്പൊ അവനെ കണ്ടപ്പോ ഞാൻ ഔട്ടായോ? നീ എപ്പോഴേ ഔട്ടാ. അവനൊന്ന് വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആശിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കുഞ്ഞാറ്റേ, അല്ലെങ്കിൽ നമുക്ക് അവനെ കൂട്ടി ഇന്ന് വന്നാലോ? അവൻ എവിടെ താമസിച്ചിരുന്ന അന്ന് എന്ത് രസമായിരുന്നു. ഓഹ്, എനിക്കതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചെറിയൊരു ആലോചനയുണ്ട്. ഏതായാലും ചെന്നിട്ട് അവന്റെ വൈഫിനെ ഒന്ന് മീറ്റ് ചെയ്ത് എന്നിട്ട് അവളെയും കൂടി കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അലി, നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. നീ പൊക്കോടാ. നിന്നോടല്ലേ ഞാൻ നിന്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞേ. കാര്യമായിട്ട് കുക്കിങ്ങിലാണല്ലോ. വർണ്ണയൊക്കെ വരല്ലേ. അവക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നീ എന്തിനാടാ ബുദ്ധിമുട്ടുന്നേ? നമുക്ക് പുറത്തെങ്ങാനും ഓർഡർ ചെയ്താ പോരെ? ഏയ് വേണ്ട, അവക്ക് ഞാൻ കുക്ക് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഇതൊക്കെ സിമ്പിളാ. ഇതൊക്കെ തീരാറായി. കുറച്ചുകൂടി കഴിഞ്ഞ് എല്ലാം സെറ്റാവും. കുഞ്ഞാറ്റെ, ടൈം പോകുന്നു. മീറ്റിംഗ് പകുതിക്ക് വിട്ടിട്ടാ വന്നത്. ലെറ്റ്സ് ഗോ ബാക്ക്. ഡാഡി, എന്റെ ട്രിപ്പൊക്കെ മതി. ഇനി ഇതുപോലെ തനിച്ച് നിന്നെ ഒരു സ്ഥലത്തേക്ക് വിടാൻ പോണില്ല. സോറിടാ, ഇക്കാര്യത്തിൽ ഞാൻ ഏട്ടന്റെ കൂടെയാ. മോൻ ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചേ പറ്റൂ. മമ്മി, വിശ്വ, തൽക്കാലം നീ വിഹാൻ പറയുന്നത് കേൾക്ക്. നിനക്കറിയാലോ നിന്റെ ഡാഡിയെ. ഒരു തീരുമാനം എടുത്താ അതിൽ നിന്ന് മാറ്റാൻ വളരെ പാടാ. സ്റ്റാൻസി, ടൈമായി. ആ, കമ്മിങ്. വിശ്വ, മമ്മി തിരികെ പോവാ. ഇനി ഇതുപോലെ കുസൃതി ഒന്നും കാണിക്കരുത്. ബി എ ഗുഡ് ബോയ്, ഓക്കേ? സ്റ്റാൻസി, നീ ഇതുപോലെ ഇനി ഓടി പിടിച്ചു വരാനൊന്നും നിൽക്കരുത്. കുഞ്ഞാപ്പിയെ കൂട്ടി ഞങ്ങൾ അങ്ങ് വന്നോളാം. ജെയിംസ്, ഇവളുടെ വാശിക്ക് നീ ഇനി കൂട്ടി നിൽക്കരുത്. അത് കുഞ്ഞിന് ദോഷം ചെയ്യും. ഓക്കേടാ, ലെറ്റ്സ് ഗോ ബേബി. നിങ്ങളിവിടെ നിൽക്കേ, ഞാൻ പേപ്പേഴ്സൊക്കെ റെഡിയാക്കിയിട്ട് വരാം.
വിഷു എന്തിനാ സാഡാവുന്നേ? മമ്മി വീട്ടിൽ പോയതല്ലേ? മോനും നേരെ ഇനി അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നേ? വീട്ടിൽ ചെന്നാ മമ്മീനെ കാണാലോ. ഡോക്ടർ അങ്കിളിനെ അറിയാത്തോണ്ടാ മമ്മി ജെയിംസ് അപ്പയുടെ വീട്ടിലേക്കാ പോയേ. മമ്മി ജെയിംസ് അപ്പയുടെ വീട്ടിലാ താമസിക്കുന്നേ, മോന്റെ കൂടെ അല്ല. വർണ്ണ, ഇവനിത് സ്റ്റാൻസിയുടെയും ജെയിംസിന്റെയും മാരേജ് കഴിഞ്ഞു. വാട്ട്? അപ്പോ സ്റ്റാൻസിയുടെ കുഞ്ഞ് അവളുടെ ഹസ്ബൻഡിന്റെ. അല്ല, അപ്പോ വിശ്വയുടെ മമ്മി? വിശ്വയുടെ മമ്മി സ്റ്റാൻസി തന്നെയാ. അന്ന് കേസ് നടത്തിയത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോഴേക്കും കേസൊക്കെ തീർന്നിരുന്നു. വിശ്വയുടെ കസ്റ്റഡി നമുക്ക് കിട്ടുകയും ചെയ്തു. അതും കൂടി ആയപ്പോ സ്റ്റാൻസി നല്ല വയലന്റ് ആയിരുന്നു. എന്നെ കൊല്ലാൻ വരെ നോക്കിയതാ. അത് കാരണം ആന്റി അടക്കം എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തി. ആന്റി അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക വരെ ചെയ്തു. അന്ന് അവൾക്ക് താങ്ങായിട്ട് ജെയിംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതിയെ പതിയെ അവളുടെ തെറ്റ് അവൾക്ക് ബോധ്യമായി. ജെയിംസിനെയും കൂട്ടിയെന്ന് എല്ലാരോടും മാപ്പൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ സ്റ്റേറ്റ്സിലായിരുന്നു. ഇന്ന് അവര് തിരിച്ചു പോവുക. ഇനി തിരികെ വരില്ല. ലക്ഷ്മി, നിന്റെ സീതയുടെയും വിവാഹം കഴിഞ്ഞു. എത്ര ചോദിച്ചിട്ടും ഏട്ടനൊന്നും പറയുന്നില്ല. ഇനി കഴിഞ്ഞെങ്കിൽ നീ ഏട്ടന് ഡിവോഴ്സ് കൊടുക്കണം. എന്റെ ഏട്ടൻ ഇങ്ങനെ വിഷമിച്ച് കാണാൻ എനിക്ക് കഴിയില്ലടാ. എനിക്ക് വിഹാനോട് സംസാരിക്കണം. അതിനു മുമ്പ് വിഹാനെ വിഷയം കൂട്ടി നീ എൻ്റെ കൂടെ വരുമോ? സീതയെ നിനക്ക് മീറ്റും ചെയ്യാം. ഒന്നും പറയണ്ടെന്നെ ലക്ഷ്മി. ഇവിടെ എത്തും വരെ എത്താറായോ എന്ന് ചോദിച്ച് മനുഷ്യന്റെ തല തിന്നായിരുന്നു. ഒരൊറ്റ മീറ്റപ്പിൽ തന്നെ നീ ഇവന്റെ പെറ്റായി. ഇവനെ കയ്യിലെടുത്തല്ലോ നീ. ഹേയ്, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ ആവോ? അലി, അങ്ങനെ മറക്കാൻ പറ്റുന്ന കഥാപാത്രമാണോ താൻ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓൾ ഗുഡ്. വാ, കയറിയിരിക്കെ. പുതിയ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് കേട്ടു. ഫുൾ സെറ്റിലായല്ലേ? അതൊക്കെ പറയാം, നിങ്ങൾ വാ. സീത, ഇതാണോ സീത? എന്നാ ഭംഗിയെ കാണാൻ. അപ്പോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? വർണ്ണ, നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട്. വിഹാനതറിയാം. സീത അവളെന്റെ അനിയത്തിയടാ. അതുകൊണ്ടാ മാരേജ് മുടക്കാൻ ഞാൻ ഹെൽപ്പ് ചോദിച്ചത്. അപ്പോ പിന്നെ ഇത് സിന്ദൂരം? എന്റെ അനിയത്തി അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആളിന്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് വാശിയായിരുന്നു. അതുകൊണ്ട് ജാതിയോ മതമോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഹീസ് അലക്സ്, സീതയുടെ ഹസ്ബൻഡ്. ആരാ? അമ്മേ, ഞാൻ ലക്ഷ്മൺ. അലക്സിനെ ഒന്ന് കാണാൻ വന്നതാ. അവനിവിടെ ഉണ്ടോ? ലക്ഷ്മൺ? ഞാൻ സീതയുടെ. മോൻ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതൊന്നും ഇവൻ അറിയില്ലായിരുന്നു. അതുകൊണ്ടാ ഓടിപ്പിടിച്ച് കല്യാണക്കാരൻ പറഞ്ഞു വന്നത്. ഒന്നും മനസ്സിൽ വെക്കരുത്. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഷുവർ, കം.
അവളെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇഷ്ടപ്പെട്ടത്? അവൾക്ക് അമ്മയില്ല, അച്ഛൻ ആരാണെന്ന് എനിക്കും അവൾക്കും അല്ലാതെ മറ്റാർക്കും അറിയയില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവൾക്ക് സംസാരിക്കാനും കഴിയില്ല. ഇതൊന്നും ഒരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല ലക്ഷ്മൺ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത്. ഉറച്ചൊരു തീരുമാനം മനസ്സിലുണ്ടായിട്ട് തന്നെയാ വിവാഹം ആലോചിക്കാൻ അമ്മച്ചി അയച്ചതും. പക്ഷേ ജാതിയോ മതമോ സ്റ്റേറ്റസോ ഒന്നും നോക്കാതെ നിനക്ക് അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുമെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. അവളുടെ പോരായ്മകൾ അറിഞ്ഞ് നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് നീ എനിക്ക് വാക്ക് തരണം. I will love her till my last breath. Thank you, Alex. Thank you so much. അപ്പോ അമ്മ, ഇക്കാര്യം പറയാൻ കൂടി വേണ്ടിയിട്ടാ ഞാനന്ന് നിന്റെ അടുത്ത് വന്നത്. ബട്ട് അപ്പോഴേക്കും നീ അമ്മയോട് നീ എല്ലാം പറഞ്ഞോ? പറഞ്ഞു, എല്ലാം പറഞ്ഞു. അമ്മയുടെ ഓവർ കോൺഫിഡൻസാ എല്ലാത്തിനും കാരണം. എന്റെ അച്ഛനെന്ന് പറയുന്ന അയാളോടുള്ള അന്ധമായ വിശ്വാസം അതില്ലാണ്ടായപ്പോ അമ്മയൊരു സാധാരണ സ്ത്രീയായി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരിക്കൽ കൂടെ നീ ഞങ്ങളെ കാണരുത്. സ്റ്റാൻസിയെ കൂട്ടുപിടിച്ച് അവര് കുഞ്ഞാറ്റോട് ചെയ്തു കൂട്ടിയതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. അന്നും ഇന്നും ഇനി എന്നും എനിക്കെന്റെ കുഞ്ഞാറ്റ തന്നെയാ വലുത്. നീ പേടിക്കണ്ട. ഒരിക്കലും ഒരു തരത്തിലും അമ്മ നിങ്ങളെ ഉപദ്രവിക്കില്ല. മനസ്സുകൊണ്ട് 1000 തവണ നിന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ കണ്ടുപിടിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും അമ്മയുടെ പക്ഷം പിടിക്കുകയല്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. പിന്നെ ലക്ഷ്മൺ, പ്ലീസ് നമുക്ക് ടോപ്പിക്ക് ഇവിടെ വെച്ച് വിടാം. അടഞ്ഞ അധ്യായ അതിന് തുറക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്ടിങ്. അതിനപ്പുറം വേറെ ഒന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ എന്താ? ഇനിയിപ്പോ പരസ്പരം കണ്ട സ്ഥിതിക്ക് നമുക്ക് മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഡിവോഴ്സ്. അതും കൂടി തീർത്തിട്ട് പിരിയാം എന്നേക്കുമായിട്ട്. വിഹാൻ, അലക്സ് അല്ലേ? നിങ്ങളുടെ ഇടയിൽ കയറി പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. ബട്ട് നിനക്ക് വേണ്ടി ഒരുപാട് അവൻ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നും അറിയാതെ അവനോട് അങ്ങനെയൊന്നും സംസാരിക്കേണ്ടതില്ലായിരുന്നു. നീ പോയ അന്ന് വിഹാൻ 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 ദോ, വിഹാൻ എവിടെ? അവൻ എന്താ ചെയ്തേ? ഞങ്ങൾ ആരും അവനൊന്നും ചെയ്തില്ല. അവനെ വീട് വിട്ട് പോയി, അത്ര തന്നെ. ഡോ, സത്യം പറഞ്ഞു. എവിടെ എവിടെ അമ്മ? അമ്മ അവനെ എന്തോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എന്നോടൊരു വാക്ക് പറയാതെ അവൻ ഇവിടുന്ന് പോയില്ല. കുട്ടാ, വാ വന്നിരിക്കെ. അടുത്ത 10-ന് രാവിലെ 10-നും 10:30-ക്കും ഇടയിലാണ് മുഹൂർത്തം. ഒരുവിധപ്പെട്ട എല്ലാവർക്കും കുറി അയച്ചിട്ടുണ്ട്. ഇനി നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ആവാം. ആരോട് ചോദിച്ചിട്ടാ അമ്മ ഇതൊക്കെ നിശ്ചയിച്ചത്? നിന്റെ 7-ാം വയസ്സിൽ നിന്നോട് ചോദിച്ചിട്ടല്ല ഞാൻ നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചത്. ഇക്കാര്യത്തിലും നിന്റെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. മോളെ, മക്കളുടെ തീരുമാനം കൂടെ വേണ്ട മാവ. അവൻ എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയവനെ തിരികെ വിളിക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അവനിനി മടങ്ങി വന്നാലും നിന്റെ മോഹം നടക്കില്ല. അതും ഒരാണും ആണും തമ്മിൽ.
ഇവിടുന്ന് പോവാനും മാത്രം അവനെയോ അവന്റെ കുടുംബത്തെയോ അമ്മ എന്തു ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ. അമ്മ ഇനി എന്തൊക്കെ ചെയ്താലും എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. ലക്ഷ്മൺ, എന്റെ മോൾക്ക് എതിർപ്പില്ലാത്ത കാലത്തോളം നീ എന്ത് പറഞ്ഞാലും ഞാനിത് നടത്തും. എനിക്ക് അവളുടെ സന്തോഷം വലുത്. അവൾ കഴിഞ്ഞിട്ടേ എനിക്ക് നീ പോലും ഉള്ളൂ. എന്നിട്ട് നാളിതുവരെ അമ്മ ഇവളുടെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ വായി തലയ്ക്കല്ലാതെ അത്തരത്തിലൊരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല ലക്ഷ്മൺ. നിന്നേക്കാളും മറ്റാരേക്കാളും ഇവളുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. എന്റെ സന്തോഷ ഇവളുടെയും, അല്ലേ സീത? അല്ല, അമ്മയുടെ സന്തോഷം അത് അമ്മയുടെ മാത്ര. ഒരു വട്ടം ഇവളെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. സീതയ്ക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്നാണോ നീ പറഞ്ഞിരുന്നത്? സത്യതാണമ്മേ, എനിക്കോ ഇവൾക്കോ ഇതിന് സമ്മതമല്ല. ഇത് നടക്കാൻ പാടില്ല. എനിക്കതിന് കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഭൂമിക്ക് ഭാരമായി ജീവിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ആ നശിച്ചവനെ കെട്ടി തറവാടിന്റെ അഭിമാനവും അന്തസ്സും കളയാൻ ഞാൻ അനുവദിക്കില്ല. ഇവളെ കളഞ്ഞിട്ട് ആ ശാപം പിടിച്ചവന്റെ കൂടെ കഴിയാനാണെങ്കിൽ ഒന്ന് കൊത്തിക്കും ഞാൻ പ്രണയിക്കുന്ന ആളിന്റെ കൂടെ ജീവിക്കുന്നത് എങ്ങനെയാ ശാപാവുന്നത്? ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ എന്റെ ലൈഫല്ലേ. ആ ശാപം ഞാനങ്ങ് സഹിച്ചു. ഇവളല്ലാതെ മറ്റൊരു പെണ്ണെടുത്തിയ വലതുകാലം വെച്ച് ഈ വീട്ടിലേക്ക് കയറാൻ കൂടി ഞാൻ സമ്മതിക്കില്ല. അപ്പോഴാ ആ സ്ഥാനത്തേക്ക് ആണെടുത്ത് ഇവളെ മാറ്റി നിർത്താൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? ഇവൾ എന്റെ ചോരയാ. ഇതിന് വലിയ കാരണം വേണോ അമ്മയ്ക്ക്? അറിഞ്ഞും കൊണ്ട് സ്വന്തം പെങ്ങളെ വിവാഹം കഴിക്കാനും മാത്രം ചെറുതായിട്ടില്ല ലക്ഷ്മൺ. നീ എന്താ പറഞ്ഞത്? നാക്കിനെല്ലില്ലാന്ന് വിചാരിച്ചിട്ട് എന്താ പറയുന്നതാണോ? അത് തന്നെയാ അമ്മേ സത്യം. അമ്മയ്ക്കറിയില്ലെങ്കിലും എനിക്കറിയാം. എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ചെറിയമ്മ. ഒരിക്കലെങ്കിലും സീതയുടെ അച്ഛൻ ആരാണെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അമ്മ? അച്ഛനോടുള്ള അന്ധമായ വിശ്വാസം അതാ ഇതിനെല്ലാം കാരണം. മരണക്കിടയ്ക്ക് ചെറിയമ്മ എന്നോട് പറഞ്ഞതായത്. എനിക്കും ഇവൾക്കും മാത്രമേ ഇതറിയൂ. അത് തെളിയിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മിണ്ടാപ്രാണിയായ ചെറിയമ്മയെ അച്ഛന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തത് അമ്മയാ. അമ്മയ്ക്ക് അച്ഛനോടുള്ള അന്ധമായ വിശ്വാസം. ആ വിശ്വാസം കാരണമാണ് ഇങ്ങനെയൊക്കെ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. സീത ഇവൾ എന്റെ പെങ്ങളാ. അതറിയാവുന്നത് കൊണ്ട് തന്നെയാ ലക്ഷ്മണന്റെ അനിയത്തി സീതയായിട്ട് ഞാൻ ഇവളെ വളർത്തിയത്. അമ്മ ആഗ്രഹിക്കും പോലെ സീതയുടെ ഭർത്താവാൻ ലക്ഷ്മണക്ക് കഴിയില്ല. ഞാൻ ഒരിക്കലും സീതയുടെ രാമനല്ല. അവൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ജീവിക്കാൻ അമ്മ സമ്മതിച്ചിട്ടില്ലെങ്കിലും സാരമില്ല. പക്ഷേ ഇത് നടക്കില്ല അമ്മേ. വാ സീത. വേണ്ട, ഒരു ആയുഷ്കാലം മുഴുവൻ ചെയ്യാനുള്ളതെല്ലാം അമ്മ ചെയ്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ താല്പര്യമില്ല. ഇവൾ എന്റെ പെങ്ങളാണെങ്കിൽ ഇവൾ ആഗ്രഹിച്ച ജീവിതം കൊടുക്കാൻ എനിക്കറിയാം. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരില്ല. പിന്നെ വിഹാൻ, എനിക്ക് അവനെ ഇഷ്ടമാ. മറ്റാരെയും ഇത്രയേറെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. അവൻ ആണായി പോയെന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് അവനെ മറക്കാനും കഴിയില്ല. അവന് തിരിച്ച് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ ലവ് ഹിം. എന്റെ മരണം വരെ മറ്റൊരാളെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും എനിക്ക് കഴിയില്ല. സോ കോൾഡ് അന്തസ്സും അഭിമാനം കളയാൻ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല. എന്നെ അന്വേഷിച്ച് ഇനി ആരും വരികയും വേണ്ട. ഞാനും സീതയും ഞങ്ങൾ ജീവിച്ചോളാം എവിടെയെങ്കിലും. നീ അവനെ ഉൾക്കൊള്ളണമെന്നൊന്നും ഞാൻ
ഞാൻ പറയില്ല. നിന്റെ മനസ്സിൽ അവനോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ബട്ട് എന്റെ ലക്ഷ്മി പാവ, അവനെ ഇനിയും വിഷമിപ്പിക്കരുത്. വിഹാൻ, അലി അലി ഞാൻ അങ്ങനെയൊന്നും, എനിക്കറിയാടാ നിന്നെ. നീ അവനെ സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും എന്നോട് നീ പറയരുത്. നിന്നേക്കാളേറെ നിന്നെ എനിക്കറിയാം. ഒരിക്കൽ പോലും നീ അവനെ പ്രണയത്തോടെ നോക്കിയിട്ടില്ലെന്ന് നെഞ്ചിൽ കൈവച്ച് നിനക്ക് പറയാൻ കഴിയോ? അലി, അത് ഞാൻ മറ്റൊരാളോടുള്ള വാശിക്ക് നീ നിന്റെ ലൈഫ് കളയരുത് വിഹാൻ. നിനക്ക് ആ പഴയ ഇഷ്ടം അവനോട് എപ്പോഴും ഉണ്ടെങ്കിൽ സംസാരിക്കുക, തിരിച്ചു വിളിക്ക്. നിന്റെ ഒരു വിലയും കാത്ത് അവനോട് നിൽപ്പുണ്ടാവും. അല്ലേ ഞാൻ കുഞ്ഞാറ്റ, അവള് തന്നെയാ എന്നെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അവൾക്കല്ലാതെ വേറെ ആർക്കാടാ നിന്നെ ഇത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുക? കുഞ്ഞാറ്റേ, ചേട്ടാ ആക്ട് ചെയ്യാൻ കൊടുത്തിട്ട് അഭിനയിച്ച് അവസാനം കാര്യമായെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ. പിന്നെ അത് നിങ്ങൾ പരസ്പരം റിയലൈസ് ചെയ്യട്ടെ എന്ന് ഞാനും വെച്ചു. എവിടെന്ന് നാട്ടിൽ പോയി രണ്ട് പാത്രമായിട്ട് തിരിച്ചു വന്നിരിക്കുക. എന്നെങ്കിലും പരസ്പരം കാണുമ്പോൾ ഇതൊന്ന് സംസാരിച്ച് നേരെയാക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. വേഗം ചെന്നു, ആ പൂളിന്റെ സൈഡിൽ ആകാശം നോക്കി നിൽപ്പുണ്ട്. ചെല്ലേ. ലക്ഷ്മൺ, സോറി വിഹാൻ, റിയലി സോറി. നീ പറഞ്ഞത് തന്നെ ശരി. ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതാ എല്ലാത്തിനും നല്ലത്. നീ പേടിക്കണ്ട. നിങ്ങളിനി തിരിച്ചു പോയാൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. വിഹാനെയോ കുഞ്ഞാപ്പിയോ അലിയോ ആരുമായിട്ടും ഒരു കോണ്ടാക്ട് വെക്കില്ല. ഞാൻ നിനക്ക് സത്യം ചെയ്തു തരാം. ഐ എം റിയലി സോറി. Lakshman, will you marry me? What? I love you. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. സോറി, ഞാൻ എന്തൊക്കെയോ പഴയതൊക്കെ ആലോചിച്ചിട്ട് നിന്നോട് ഒരുപാട് ഹാർഷായിട്ടാ ബിഹേവ് ചെയ്ത്. ഐ എം റിയലി സോറി. എന്നോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എന്റെ കൂടെ ലൈഫ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ, അങ്ങനൊരു പേമാരി പെയ്ത് തീർന്നു. ലക്ഷ്മൺ, ദേ അമ്മ വിളിക്കുന്നു. അമ്മയോ? വേണ്ട, കട്ട് ചെയ്തേക്ക്. സംസാരിക്കടാ. എത്ര ദിവസമായിട്ട് വിളിക്കുന്നതാ. ലക്ഷ്മി, മോനെ, എന്നോടൊന്ന് ക്ഷമിക്കടാ. ഈ വയസ്സും കാലത്ത് നീയല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? വിഹാൻ, അവനോട് ഞാൻ കാണിച്ചതൊക്കെ തെറ്റാ. മാപ്പറിയിക്കാൻ പറ്റാത്ത തെറ്റാ.
അമ്മയുടെ ഈ പഴഞ്ചൻ മനസ്സിന് ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട്. മോനെ, എല്ലാം എന്റെ തെറ്റാ. അങ്ങേരെ ഞാൻ അന്ധമായി വിശ്വസിച്ചു. അങ്ങേരെ എന്നെ എന്റെ അനിയത്തെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കേ. എന്നെങ്കിലും വിഹാനെ കണ്ട് എന്നെങ്കിലും മോ വിഹാനെ കാണുകയാണെങ്കിൽ ഈ അമ്മയോട് പൊറുക്കാൻ പറയണം. മാപ്പ് തരാൻ നീ അവനോട് അപേക്ഷിക്കണം. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. പൂർണ്ണ മനസ്സോടെ ഞാൻ നിങ്ങളെ ഏറ്റെടുക്കുക. നിങ്ങൾ അംഗീകരിക്കുക. എവിടെയായിരുന്നാലും എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരുന്നാൽ മതി. അത് മാത്രം മതി അമ്മയ്ക്ക്. അപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? ഇനിയിപ്പോ എങ്ങനെയാ? എന്താടി നീ എന്താ അട്ടം നോക്കിയിരിക്കുന്നേ? അല്ല, ഒരിക്കൽ നിങ്ങളുടെ ഹാഫ് നൈറ്റ് കഴിഞ്ഞതല്ലേ? ഇത് ഫസ്റ്റ് നൈറ്റ് ആക്കി കൂട്ടാൻ പറ്റുമോന്ന് ആലോചിക്കായിരുന്നു. ഹാഫ് നൈറ്റോ? അല്ല, 5 സ്റ്റാർട്ടിങ് ആയിരുന്നല്ലോ. ഇന്നിപ്പോ ഫുൾ നൈറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞുള്ളൂ. ഇന്ന് മോൻ ചെന്നു പാലും മോരൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തോന്ന് അയ്യേ? ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, വേഗം പോയേക്കാം. പുറത്തു വരുമോ? പുറത്തേക്കോ? എന്തിനാടാ? ഒരു വികലാംഗ പെൻഷൻ അപ്ലൈ ചെയ്യാൻ ഒരു ഫോം വാങ്ങിക്കണമായിരുന്നു. വികലാംഗ പെൻഷനോ? അതിന് നിനക്കെന്താ കുഴപ്പം? അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്റെ ഈ നടത്തോ ഇരുത്തോ ഒക്കെ കണ്ടിട്ട് നിന്റെ ഒരു അംഗത്തിന് എന്തോ വൈകല്യം വന്നിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം. അല്ല, നീ എന്താ പോലെ തവളയുടെ പോലെ ഇങ്ങനെ പ്രാഞ്ചിക്ക് നടക്കുന്നേ? ഇനി വരും ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആണെങ്കിൽ വൈകാതെ ഒരു വികലാംഗ പെൻഷൻ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഞാനിപ്പോ വരാവേ. തേണ്ടി കോളിംഗ് ബെൽ അടിക്കുന്നു. ഞാൻ പോയി നോക്കിട്ട് വരാം. അയ്യോ വേണ്ട, വികലാംഗന്മാരൊക്കെ അടങ്ങിയിരുന്നാ മതി. ഞാൻ തന്നെ പോയി നോക്കിക്കോളാം. ആരാ? ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? ഇടിച്ചു തള്ളി താഴെങ്ങോട്ടാ? ഡോ തന്നോടാ ചോദിച്ചു കേട്ടില്ലേ? താൻ ആരാ? Who are you? ഞാനോ? ഞാൻ നിന്റെ നായര്. എന്തേ? അത് ശരി, വീട്ടിൽ കയറി വന്ന് അതിക്രമം കാണിച്ചോ പോരാന്ന് എന്റെ കെട്ടുവെന്ന് പറയുന്നോടാ പുല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ മാസ്ക് മാറ്റടാ. താൻ ആരുവാടോ? പറഞ്ഞല്ലോ, ഞാൻ നിന്റെ നായരാ മോളെ.
ആഹാ അത്രയ്ക്കായോ? ഏട്ടാ ലക്ഷ്മി, ദേ ഒരുത്തൻ. എന്താ കുഞ്ഞാച്ചേ? ഹേയ് ലാക്സ്, ഗുഡ് ടു സീ യു മാൻ. എടാ രാമു, നീയോ? ഡാ സോറി സോറി ശ്രീരാം. നിനക്കറിയോ ഇവനെ? പിന്നെ എടാ, നീ ആ മാസ്ക് ഒന്ന് മാറ്റി. നിന്റെ രൂപം കണ്ട ഇവർക്ക് ഉറപ്പായും മനസ്സിലാവും. വാട്ട്? ഇതെന്താ സീതയെ പോലെ? സീതയെ പോലെ അല്ലാണ്ട് ഐ ആം ഹെർ ട്വിൻ. സീതയ്ക്ക് ട്വിന്നോ? അതെല്ലോ, ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഓയ് മാഡം, കാര്യം നീ ഒരു കുരുട്ടടൊക്കെ ആണെങ്കിലും എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അധികം വൈകാതെ എന്റെ മിസ്സസ് റെഡി ആയിരുന്നു.